ഡൽഹി അക്രമത്തിലെ എഫ്ഐആർ റദ്ദാക്കുന്നതിനെതിരെ പോലീസുകാരുടെ കുടുംബങ്ങൾ രംഗത്ത്. നീതിക്കായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് പോലീസുകാരുടെ കുടുംബാംഗങ്ങളുടെ നിലപാട്. അതേസമയം CJP അക്രമികളെ പിടികൂടാൻ രാജസ്ഥാനിൽ പോലീസ് നടപടിയും ആരംഭിച്ചിരിക്കുകയാണ്. CJP പ്രതിഷേധത്തിനിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട പശ്ചിമബംഗാളിൽ പ്രതിഷേധവും പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി ആദർശ് TS ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ആദർശേ, അങ്ങനെ ഡൽഹി അക്രമത്തിൽ നിർണായകമായ ഇടപെടൽ CJPക്ക് മൊത്തത്തിൽ കണ്ടകശനിയാണ്. കാരണം ഈ വലിയ രീതിയിൽ നാനാഭാഗത്തു നിന്നും ഇത്തരത്തിൽ പരാതികൾ ഉയരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പോലീസുകാരുടെ കുടുംബാംഗങ്ങളുടെ നിലപാട്? ഒപ്പം ബംഗാളിലടക്കം വലിയ രീതിയിൽ പ്രതിഷേധം കൂടി ഉയരുന്നുണ്ടല്ലോ. അശ്വതി, ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ എഫ്ഐആർ റദ്ദാക്കണം എന്നുള്ളത് ഈ കേന്ദ്ര സർക്കാരും CJPയുമായി നടന്ന ചർച്ചയിൽ CJPയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു ആവശ്യമാണ്. ഇതനുസരിച്ച് ഈ എഫ്ഐആർ CJPക്കാർക്ക് കൈമാറുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ എഫ്ഐആറുകൾ റദ്ദാക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ ഈ അക്രമത്തിൽ പരിക്കേറ്റ ഡൽഹി പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളുമായി ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് പോകും എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അവരുടെ 20-ാം തീയതിയത്തെ പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ ആക്രമണത്തിൽ 118 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ ഇത്തരത്തിൽ എഫ്ഐആർ റദ്ദാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഈ പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പശ്ചിമ ബംഗാളിലാകട്ടെ അവിടെ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നാണ് വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരെ ഈ CJPയുടെ പ്രതിഷേധത്തിന്റെ മറവിൽ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നതടക്കമുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 14ഓളം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് ഈ നീറ്റ് വിഷയവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം പോലീസ് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ രാജസ്ഥാനിലും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്രമ സമരവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പോലീസ് അവിടെ കർശനമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയാണ്. ഹോസ്റ്റലുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് രാജസ്ഥാൻ പോലീസ് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയും ഈ വിഷയത്തിൽ രാജസ്ഥാൻ പോലീസ് ഈ പ്രവർത്തകരെ വേട്ടയാടുകയാണെന്നുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അശ്വതി, ആദർശ വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ ഡൽഹി അക്രമത്തിലെ എഫ്ഐആർ റദ്ദാക്കുന്നതിന്റെ പോലീസ് കുടുംബാംഗങ്ങളുടെ നിലപാട് ഇപ്പോൾ പ്രസക്തമാണ്. അതേസമയം CJP അക്രമികളെ പിടികൂടാൻ രാജസ്ഥാനിൽ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട പശ്ചിമ ബംഗാളിലും പ്രതിഷേധം പുരോഗമിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും പങ്കുവയ്ക്കുകയായിരുന്നു ആദർശ് TS.